ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിയോ കുട്ടി ഉണ്ടോ? ലിയോ കുട്ടി വന്ന് കിച്ചണിൻ്റെ വാതൊക്കെ കിടക്കുക. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നിങ്ങളെ ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്താം. വലിയ കൂടിയ ഫുഡൊന്നുമല്ല കേട്ടോ, നോർമൽ ഒരു ഫുഡ്, സാധാക്കാരുടെ ഫുഡ്. സാധാ മനുഷ്യരുടെ ആയിരുന്നു പണ്ട്. ഇപ്പം അത് ഇത്തിനോടൊക്കെ റേറ്റ് കൂടിയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും. വേണ്ട ഇത് കുറച്ച് നേരം നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ. നമ്മളെ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങുന്നതൊക്കെ എന്താ കാണിക്കാനെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന വെറൈറ്റി നിങ്ങളെ കാണിക്കുന്നു. പിന്നെ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് കാണാൻ ഭാവിയിൽ കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്, ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. കണ്ടോ, ഒത്തിരി നേരം വെള്ളത്തിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് വരാം, പുഴുങ്ങുന്നത് കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം എടുത്തു. എന്താണെന്ന് വെച്ചാൽ, ഒരു കയ്യിൽ ഫോൺ പിടിക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിത് തൊലി കളഞ്ഞിട്ടല്ല, അല്ലാതെ നമ്മൾ നല്ലതുപോലെ തൊലി ഒന്ന് നല്ലോണം എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുത്തേക്കുക. അത് മൊത്തം തൊലി കളയത്തില്ല, കുറച്ച് തൊലിയുണ്ട് അതിനകത്ത്. കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഒരു ഇഡ്ഡലി തട്ടിൻ്റെ ഇത് വയ്ക്കുക, ഇങ്ങനത്തെ തട്ടെടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ ആവിയിലാണ് ഇത് വേവിക്കുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോയുടെ ടേസ്റ്റ് എല്ലാം പോവും. അത് ഗ്യാസ് ഓണാക്കി വെച്ചു. ഇതിത്തിരി ഒന്ന് വെള്ളം ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ വയ്ക്കുന്നത്. ഞാനിപ്പുറത്താണ് ഒരു പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാത്തത്, ഞങ്ങളിതാദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പം അത് കഴിച്ചു നോക്കി കൊള്ളാവോ എന്നറിഞ്ഞിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട്. ഇവിടെ മധുരക്കിഴങ്ങ് താണ്ടേ എടുത്ത് വയ്ക്കുക. ഇത് നമ്മളന്ന് മുറിക്കാതെ വെച്ചാലേ, കണ്ടില്ലായിരുന്നോ നേരത്തെ ഞാൻ മുറിക്കാതെ വെച്ചാൽ വേഗം ആവി കയറത്തില്ല. അതുകൊണ്ടാണ് ഇത്തിരി ഒന്ന് ചെറുതായിട്ട് മുറിച്ചത്. നമ്മളിതാ എല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്തിന് ഇത്തിരി കുറച്ച് നേരം നമ്മൾ അടച്ച് വയ്ക്കുക, ആവി കയറണമല്ലോ. ഒരു ഒറ്റക്കൈ മൊബൈൽ പിടിച്ചൊരു പരിചയം വരണം. നമ്മളപ്പോഴത്തേ പുട്ടെടുക്കാം. പുട്ട് നല്ല ആവി വന്നിട്ടുണ്ട്, നമുക്ക് പുട്ടെടുക്കാം. പുട്ടിൻ്റെ വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പറഞ്ഞു തരാം. അപ്പോഴും നമുക്ക് ഇതൊന്ന് ആവിയൊക്കെ കയറി കഴിയട്ടെ, വേകാറാവട്ടെ. അപ്പോഴും നമുക്ക് ഇതിനുള്ള ഒരു ചമ്മന്തി എടുക്കാം. നമുക്കിതിനകത്ത് വയ്ക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ച് ചുടായിരുന്നു. ഇവിടെ ഫ്ലാറ്റല്ലേ, ഇതിനകത്ത് നമ്മൾ സ്റ്റൗവിനകത്തൊക്കെ വെച്ച് അത് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും തുമ്മിയും ചീറ്റിയൊക്കെ പോകും. അപ്പോൾ അതിനുള്ള ഇതായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി കളയരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് ആ തൊലി ഇളക്കി കളയാം. നമ്മളെ കൊച്ചുള്ളി, വെളുത്തുള്ളി അപ്പോൾ ഉണക്കമുളകുണ്ടല്ലോ, അത് ഒരു 2-3 എണ്ണം ഇടണം. ഇതുണ്ടോ, എരിവിന് വേണ്ടി. നമ്മളിതിനകത്ത് തേങ്ങയൊന്നും ചേർക്കാനുള്ളതല്ല, നമ്മുടെ ഇതിന് കഴിക്കാനുള്ളതാണ്. ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ചേ ഇട്ടുള്ളൂ. അപ്പോൾ ഒരു സവാള ഒന്ന് 2ആയിട്ട് അരിഞ്ഞും കൂടി ഇടണം. ഞാൻ എടുത്തിട്ട് വരാം. എൻ്റെ സവാള നമ്മൾ വലുതായതുകൊണ്ട് ഒന്ന് പൊളിച്ചിട്ട് 2-3 കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്ത് വെച്ച് ഓണാക്കി ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. 10 മിനിറ്റാണ് ഞാൻ വയ്ക്കുന്നത്. വെച്ചു. പക്ഷേ ഇതിത്തിരി 200-ലായിരിക്കുന്നത്. 200 നമുക്ക് വേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഇച്ചിരി ഒന്ന് കുറച്ച് ഒരു 65 വെച്ചു. അത്
10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ ആ ചമ്മന്തി ശരിയാക്കുന്നത് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മധുരക്കിഴങ്ങും കപ്പക്കിഴങ്ങെന്ന് പറയും, ചിലയിടത്ത് മധുരക്കിഴങ്ങെന്ന് പറയും, പിന്നെ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ റെഡിയാവും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമാണ്. പിന്നെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ മക്കൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവർ രാവിലെ കാറ്റീസൊക്കെ കഴിഞ്ഞ് വന്നു. കതവ് ചാരിയിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ചേച്ചി അപ്പുറത്ത് ഫ്രണ്ടിൽ ഇരുന്ന് എൽറൂഹയുടെ പ്രാർത്ഥന കൂടുകയാണ്. ലിയോ കുട്ടൻ പിന്നെ ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ എവിടെ ഉണ്ടോ അവിടെ എൻ്റെ ലിയോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ റെഡിയായി കഴിയുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ 5 മിനിറ്റ് ഇനിയുണ്ട്, ഞാൻ നിർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് മതി, നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ എടുത്തൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമായിരുന്നു. ഇവരെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി. കണ്ടോ, ഞാനിതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയുണ്ടല്ലോ, തൊലിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേ പോവും. പൊളിച്ചിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ കല്ലുണ്ടല്ലോ ചതയ്ക്കുന്ന കല്ല്, അതിനകത്തിട്ടൊന്ന് ചതച്ചിട്ട് ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് ഇട്ടെടുത്താൽ മതി. നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് ഇങ്ങനെ പുഴുങ്ങുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചതച്ചിട്ട് വരാം. അതാണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി ഉള്ളിയെല്ലാം പൊളിച്ചു. കണ്ടോ, പൊളിച്ചു. അത് അവരുടെ ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞു. കണ്ടേ, കാണാവോ നിങ്ങൾക്ക്? ഉടുപ്പെല്ലാം ഊരി വൃത്തിയാക്കി ഇട്ടു. പുതിയ ഉടുപ്പ്, ഉള്ളിലുള്ള ഉടുപ്പൊക്കെ നമ്മൾ കണ്ടു. എല്ലാം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിടണേ. അവരെ എല്ലാം റെഡിയാക്കി. വേണ്ടേ, അതിൻ്റെ കൂടെ ഇത്തിരി കറിവേപ്പില ഇട്ടു. മുളകിൻ്റെ ആ തണ്ട് നമ്മൾ ഒടിച്ച് കളഞ്ഞു. ഇത്തിരി ഉപ്പൂടിടുക. എന്നിട്ട് നമുക്ക് അടിക്കാം. ഒന്ന് മിക്സിയിലൊരു ഒന്നേ കറക്കാവുള്ളേ, ഒത്തിരി നേരം നമ്മൾ കറക്കരുത്, പൊടിഞ്ഞു പോകും. അങ്ങ് പൊടിയാനേ പാടുള്ളൂ, അരഞ്ഞു പോകരുത്. തിരിച്ചിത്തിരി എണ്ണയും കൂടെ ചാലിച്ച് എടുത്താൽ നമുക്ക് നല്ല ഇത് കിട്ടും. അപ്പം ഞാൻ അടിച്ചിട്ട് വരാവേ. ഹലോ, അപ്പം നമ്മളൊന്ന് ചതച്ചെടുത്തു. അപ്പോഴത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നതാ വെളിച്ചെണ്ണയാണിത്. നമ്മൾ AC ആയതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ തണുപ്പ് വരികയാണ്, ഇതുപോലെ ആവും എന്നും എണ്ണ വെളിച്ചെണ്ണയൊക്കെ. ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. വേണ്ടേ, സൂപ്പറായിട്ട് ചമ്മന്തി ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനപ്പോൾ ഉപ്പും കൂടെ ചേർത്തു. അപ്പോൾ നമുക്കുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ലിയോ കുട്ടൻ ഇവിടെ കിടപ്പുണ്ട്. ലിയോ, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടോ? സുഖമാണോ? ഇവിടെ വൈകിട്ടാണ്, എനിക്കിനി രാത്രിത്തേക്ക് ഇത്തിരിയുടെ പരിപാടിയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്കൊക്കെ ഇവിടെ ഇറച്ചിയൊന്നും കൊടുക്കില്ല. അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. പക്ഷേ മുട്ട പുഴുങ്ങിയിടുന്നവർക്ക് ഇഷ്ടമല്ല. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഉള്ളിക്കറിയാണ്. മുട്ടക്കറി പോലെ വെച്ചിട്ട് മുട്ടയിടരുത്. അതിന് 2 ചപ്പാത്തിയും 2 ചപ്പാത്തി പറഞ്ഞാൽ 2-3 ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി ഉണ്ടോ, മധുരക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോകത്തില്ലേ, ഇതിപ്പോൾ നല്ല മധുരമായിരിക്കും. ഇത് കണ്ടോ, നമ്മളെ കുത്തി നോക്കുമ്പോൾ അത് കയറിപ്പോകുന്നുണ്ടോ? ഇത് പപ്പട കുത്തിയാട്ടോ, നമ്മളെല്ലായിടും ഒന്ന് കുത്തി നോക്കുക. ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ കുത്തി വെക്കുക. കണ്ടോ സംഭവം, കണ്ടോ കയറിയിരിക്കുന്ന ആൾ കണ്ടോ, ഊരിപ്പോന്നെ. നമ്മളിത് വെന്തിട്ടില്ലെങ്കിൽ ഇത് കുത്തുമ്പോൾ കുത്തു കൊള്ളത്തുമില്ല, അത് ഊരി വരുമില്ല. അപ്പോൾ അത് വെന്തിട്ടുണ്ട് സംഭവം. അപ്പോഴങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ റെഡിയായി. എൻ്റെ ഫോണിനകത്തോട്ട് അതിൻ്റെ ആവി അടിക്കുന്നതുകൊണ്ട് ഒരു ഇത് വരുവാണ്. ഇനി ഒരു ചപ്പാത്തി ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫാക്കി. ഇന്നാണെങ്കിൽ ഞാനൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു മോള് +2 നേഴ്സിങ്ങിന് പഠിക്കുന്ന മോള് ആത്മഹത്യ ചെയ്തേക്കെ കണ്ടപ്പം. ഇത് നല്ല സൗന്ദര്യം, എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ വളർത്തിയത്. ആ മോൾ അപകടപ്പെട്ടപ്പോൾ മോളെയും കൊണ്ട് അമ്മയും ഫാദർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയും അനിയനും ആങ്ങളെയും കൂടെ പോയി. അവർ പോയ വണ്ടി അപകടപ്പെട്ടു. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആ മോള് മരണപ്പെട്ട്. എല്ലാ മക്കളോടായാലും ആണായാലും പെണ്ണായാലും എല്ലാവരോടും കൂടെ പറയാനുള്ളതാണ്, നമ്മൾ ആത്മഹത്യയൊന്നും ഒന്നിനും
പരിഹാരമല്ല. എന്ത് കാര്യമുണ്ടോ നമുക്കത് പറഞ്ഞു തീർക്കാം. അല്ലാതെ നിങ്ങൾക്ക് ദൈവം തന്ന ഓരോ അവയവങ്ങൾക്കൊക്കെ നല്ല ഇതുള്ളതല്ലേ, കയ്യ്, കാല്, കണ്ണ്, മൂക്ക് എല്ലാം ഇല്ലേ. പിന്നെ എവിടെ പഠിക്കുമോ നീ? അതൊക്കെ നമുക്ക് ദൈവം തന്നതല്ലേ. ഇതൊന്നും ഇല്ലാതെ എത്ര മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നറിയോ? ഇത് നമ്മളെന്തിനാ ഇത് നഷ്ടപ്പെടുത്തുന്നത്? ഏത് പ്രായക്കാരായാലും ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ ആരും ആത്മഹത്യയിലേക്ക് ശ്രമിക്കരുത്. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക, വീട്ടുകാരോട്ട് ഷെയർ ചെയ്യുക, പറഞ്ഞു തീർക്കുക. അപ്പോഴേ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ കുറവായിരിക്കും. എനിക്ക് 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും മതി. ആ 10 പേരുടെ സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാണുന്നവർ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ അംഗമാക്കുന്നില്ലേ ഞങ്ങളിവിടെ ലിയോ മാത്രമല്ല, കുറേ ചെടികളും 2 കിളികളും ഒക്കെ ഉണ്ട്. ഞാൻ മെല്ലെ മെല്ലെ പരിചയപ്പെടുത്താം. എനിക്ക് ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ അതാണ് കതവ് ചാരി ഇട്ടേക്കുന്നത്. അപ്പോഴെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലിയിൽ അംഗമാവുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.